ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മാംഗോ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് പഴുത്ത മാമ്പഴം വേണം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം മാമ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, നമുക്ക് മിക്സിഡ് ജാറിലത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ഗ്ലാസോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് പാലും കൂടെയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാമ്പഴം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യലാണ്. ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മാംഗോ പീസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. മാംഗോ പൾപ്പ് ചേർത്തതിന് ശേഷം പിന്നെ ചേർക്കേണ്ടത് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഞാൻ 10 രൂപയുടെയൊക്കെ ഒരു ചെറിയ കപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും മാംഗോ പീസസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ലെയറായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഞാൻ ചെയ്യുന്നത് ഐസ്ക്രീം, അതിൻ്റെ മുകളിൽ കുറച്ച് പൾപ്പ്, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാംഗോ പീസസ്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് കൊടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന ടൈമിൽ മാമ്പഴം ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് പോലും ഇത് കഴിക്കാനായിട്ട് ഇഷ്ടമാകും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.